അമേരിക്കയിലെ മിഷിഗൺ സ്റ്റേറ്റിൽ ന്യൂയറ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആധുനിക ശാസ്ത്രീയ ക്ഷീരോത്പാദന കേന്ദ്രമാണ് കൺട്രി ഡയറി ഫാം. 1880-കളിൽ നെതർലൻഡിൽ നിന്ന് ബാലനായ ആൻഡ്രൂ വാൻഗസ് മിഷിഗണിലേക്ക് കുടിയേറി ആരംഭിച്ച ഒരു ചെറിയ ഗോശാലയാണ് ഇന്ന് വളർന്നു പന്തലിച്ച് പ്രസിദ്ധമായ കൺട്രി ഡയറി ഫാം. ആൻഡ്രൂ വാൻഗസിന്റെ 4ാം തലമുറയാണ് ഇന്ന് കൺട്രി ഫാമിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഉൽപാദനം മുതൽ വിപണനം വരെ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സമഗ്ര ക്ഷീരകേന്ദ്രം. രജിസ്റ്റർ ചെയ്ത ഹോൾസ്റ്റീൻ കന്നുകാലികളെ വളർത്തുന്നതോടൊപ്പം അവയ്ക്ക് വേണ്ട പോഷകാഹാരം ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ പാൽ സംഭരിച്ച് കുപ്പിയിലാക്കുന്നതും വിപണിയിൽ എത്തിക്കുന്നതും വിവിധ തരത്തിലുള്ള ചീസും ഐസ്ക്രീമും ഉൽപ്പാദിപ്പിക്കുന്നത് വരെയുള്ള മുഴുവൻ സീഡ് ടു സ്റ്റോർ പ്രക്രിയയും ഇവിടെ നടക്കുന്നു. ൽ നിന്നും 1907 എത്തിയപ്പോഴേക്കും ആൻഡ്രൂ വാൻഗസ് ഫാമിന്റെ വിസ്തൃതി 80 ഏക്കറായി ഉയർത്തി. 8 മുതൽ 12 വരെ പശുക്കളിൽ നിന്നും പാൽ ഉൽപ്പാദിപ്പിച്ച് വിപണിയും വികസിപ്പിച്ചു. 1956 ആയപ്പോൾ ആൻഡ്രൂവിന്റെ മകൻ ഹെൻറി ഫാമിന്റെ പ്രവർത്തനം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും തുടർന്നുള്ള തലമുറകളിലും ഫാം ക്രമാനുഗതമായി വികസിച്ചു. 1983 കൺട്രി ഡയറി ഹൈപ്പർ ഫ്രഷ് പ്രാദേശികവൽക്കരിച്ച പാലുൽപ്പന്നങ്ങൾ നൽകുന്നതിനായി പാൽ സ്വന്തം ഓൺസൈറ്റിൽ സംസ്കരിക്കുന്നതിനും കുപ്പിയിലാക്കി ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ ഇറക്കുന്നതിനും ആരംഭിച്ചു. 2017 ആയപ്പോൾ കമ്പനി അതിന്റെ GMO ഇതര കൃഷിക്കും സംസ്കരണ മാനദണ്ഡങ്ങൾക്കും ദേശീയ ശ്രദ്ധ നേടി. മാത്രമല്ല ലോകത്തിലെ ആദ്യത്തെ ജൈവേതര ക്ഷീര കർഷകരിൽ ഒരാളായി മാറുകയും ചെയ്തു. ഇന്ന് ന്യൂ എറയിലെ കൺട്രി ഫാം 3000 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ കന്നുകാലി പരിപാലന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. 500-ലേറെ ബ്രീഡിലുള്ള പശുക്കൾ ഈ ഫാമിലുണ്ട്. അവയിൽ 1200 പശുക്കൾ സ്ഥിരമായി പാല് നൽകുന്നു. ഗർഭകാലത്തും പാൽ നൽകുന്ന പശുക്കൾ പ്രസവത്തിന് മുമ്പുള്ള 6 ദിവസം മാത്രമാണ് കറവയിൽ നിന്നും ഒഴിവാക്കാറുള്ളത്. പൂർണ്ണമായും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പരിപാലന കേന്ദ്രമായതുകൊണ്ട് തന്നെ റോബോട്ടുകളാണ് പശുക്കളുടെ കറവ ക്രമീകരിക്കുന്നതും പാൽ സംഭരിക്കുന്നതും. പാൽ ചുരത്തലിന് സമയമായാൽ പശുക്കൾ യാന്ത്രികമായി പാൽ കറക്കുന്ന യന്ത്രത്തിന് സമീപമുള്ള ചേംബറിനു സമീപം എത്തിച്ചേരും. അതിനായുള്ള പരിശീലനം അവയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. ചേംബറിൽ കയറുന്നതിലേക്കുള്ള വിക്കറ്റ് വാതിൽ തുറക്കുന്നതോടെ പാൽ ചുരത്തേണ്ട പശു ക്യൂവിൽ നിന്നും ചേംബറിനുള്ളിലേക്ക് കടന്ന് നിലയുറപ്പിക്കും. ചേംബറിൽ നിന്നും പുറത്തേക്കിറങ്ങുവാനുള്ള വിക്കറ്റ് വാതിൽ കറവ തീരുന്നത് വരെ അടഞ്ഞു കിടക്കുന്നത് മൂലം പാൽ ചുരത്താനായി ചേംബറിൽ കയറി നിൽക്കുന്ന പശു പുറത്തിറങ്ങാൻ കഴിയാത്തവണ്ണം ചേംബറിനുള്ളിലേക്ക് ലോക്ക് ചെയ്യപ്പെട്ടിരിക്കും. പാൽ ചുരത്തൽ കഴിഞ്ഞാൽ മാത്രമേ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന വാതിൽ പശുവിന് പുറത്തു കടക്കാനായി തുറക്കപ്പെടുകയുള്ളൂ. ഇതിനിടയിൽ ഏതെങ്കിലും കാരണവശാൽ പാൽ ചുരത്തലിന് സമയമാകാത്ത പശു ചേംബറിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ചേംബറിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട വാതിൽ അടയുകയോ ചേംബർ ലോക്ക് ആകുകയോ ചെയ്യുകയുമില്ല. തന്മൂലം തന്റെ ഊഴമാകാതെ ചേംബറിൽ കയറിയ പശു സ്വയം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തും. കൂടാതെ തങ്ങളുടെ അവസരം എത്തിച്ചേരുന്നതുവരെ ക്യൂ പാലിക്കുന്നതും രസകരമായ കാഴ്ചയാണ്. ചേംബറിൽ പാൽ ചുരത്താൻ കയറി നിൽക്കുന്ന പശുവിന്റെ അകിട് പാൽ കറക്കുന്ന സമ്പൂർണ്ണ യന്ത്രത്തിന്റെ സഹായത്തോടെ ശുദ്ധമായ വെള്ളവും ബ്രഷും കൊണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം പാൽ കറക്കുന്ന 4 ട്യൂബുകൾ അകിടിൽ ഘടിപ്പിച്ച് പാൽ ഒരു വലിയ സ്ഫടിക കുപ്പിയിൽ ശേഖരിക്കുന്നു. പാൽ സംഭരിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ആദ്യ ഗുണനിലവാര പരിശോധനയും സാങ്കേതികമായി നടക്കുന്നു. ഈ പരിശോധനയിൽ എന്തെങ്കിലും ചെറിയ തോതിലുള്ള നിലവാര തകർച്ച പോലും കണ്ടെത്തിയാൽ അപ്പോൾ അവിടെ തന്നെ ആ പാൽ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുന്നു. അത്തരത്തിൽ പ്രാഥമിക ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ പാൽ മാത്രമേ സംഭരണി ടാങ്കുകളിലേക്ക് പാസ്ചറൈസേഷനായി മാറ്റുകയുള്ളൂ. So then the next test, when the milk comes through the 4 tubes and into the big glass jar, then one more test is done about the milk. Is this milk safe? If it's safe, we blend it with all our other milk. If it is not safe, the computer has software that says, I'm going to dump out that milk. It's not safe and not blend it with everything. And I will stop for a minute and clear out my system, clean my system from the inside in order not to pass whatever was from that milk that was dangerous. We don't want that passing into the next milk from the next cow. ഫാമിലെ പശുക്കളിൽ നിന്നും ശരാശരി ഒരു ദിവസം 25 ഗാലൻ, അതായത് 95 ലിറ്റർ പാൽ 3 തവണകളിലായി ശേഖരിക്കുന്നു. ഓരോ പശുവിനും ഒരു ദിവസം നൽകുന്നത് 100 പൗണ്ട്, അതായത് 45 കിലോ സമ്പുഷ്ടീകരിച്ച കാലിത്തീറ്റയും 95 ലിറ്റർ വെള്ളവുമാണ്.
is 90 pounds of this, which is a mixture of alfalfa, 1 part alfalfa chopped up, and 2 parts corn, field corn. So they'll eat 90 pounds of this a day. They will also drink anywhere from 25 to 35 gallons of water in a single day. And in other words, making milk requires a lot of calories. ഒരു സമീകൃത കാസറോൾ പോലെയാണ് കന്നുകാലികൾക്കായുള്ള തീറ്റ ഫാമിൽ രൂപപ്പെടുത്തുന്നത്. അപ്രകാരം ഭക്ഷണത്തിന്റെ ഓരോ പിടിയിലും കൃത്യമായ പോഷക മിശ്രിതം ഉറപ്പാക്കുന്നു. തീറ്റയിലെ സുപ്രധാന ചേരുവകൾ പാകപ്പെടുത്തിയ ആൽഫ, ചോളപ്പുല്ല്, ധാന്യം, പരുവപ്പെടുത്തിയ മുഴുവൻ സസ്യങ്ങൾ എന്നിവയുടെ മിശ്രിതമാണ്. 3000 ഏക്കർ ഫാമിൽ നേരിട്ട് വിതയ്ക്കുന്ന ഓട്സും ഗോതമ്പും സോയാബീനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആവശ്യമായ പ്രോട്ടീനും ഉറപ്പുവരുത്തുന്നു. പ്രധാന വിറ്റാമിനുകളും ധാതുക്കളും രോഗപ്രതിരോധവും ശാരീരിക ആരോഗ്യവും നിലനിർത്തുന്നതിനായി മൃഗപോഷകാഹാര വിദഗ്ധർ കൃത്യമായി പരിശോധിച്ച് രൂപപ്പെടുത്തിയ തീറ്റ മാത്രമാണ് ഫാമിലെ കന്നുകാലികൾക്ക് നൽകുന്നത്. പാൽ കറക്കുന്ന 1200 പശുക്കളുടെ ഒരു കൂട്ടത്തിന് കൺട്രി ഡയറി എല്ലാ ദിവസവും ഏകദേശം 60 ടൺ തീറ്റ മിശ്രിതം വിതരണം ചെയ്യുന്നു. ഈ ഉയർന്ന പോഷകാഹാര ഭക്ഷണക്രമം മൂലം പശുക്കളിൽ നിന്നും ആഴ്ചയിൽ 70,000 ഗാലണിലധികം പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇതെല്ലാം ഒരിക്കലും RBST പോലെയുള്ള സിന്തറ്റിക് വളർച്ചാ ഹോർമോണുകൾ ഉപയോഗിക്കാതെയാണെന്ന കാര്യം അവിടുത്തെ പ്രത്യേകതയാണ്. ശാലയിൽ തന്നെ പ്രജനനം നടത്തപ്പെടുന്ന പെൺകിടാങ്ങളെ അവിടെ തന്നെ ശാസ്ത്രീയമായി വളർത്തി ഗോശാലയുടെ ഭാഗമാക്കുന്നു. ആൺകിടാങ്ങളെ മറ്റൊരു പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി മീറ്റ് പ്രൊഡക്റ്റിനായി ഉപയോഗപ്പെടുത്തുന്നു. She was in the top 10 in the world, and because she's a female, you can reach into the uterus and grab eggs one by one and use artificial insemination to unite them with the sperm, and now you're going to have a new calf more than just once a year. പൊതുജനങ്ങൾക്ക് കൺട്രി ഫാമിന്റെ പ്രവർത്തനം എല്ലാ ദിവസവും നേരിൽ കാണുന്നതിനുള്ള 1 മണിക്കൂർ വീതമുള്ള ഫാം ടൂർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ കുതിരവണ്ടിയിലും കാൽനടയായും ടിക്കറ്റ് എടുത്ത് ടൂറിൽ പങ്കെടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും നിരവധി ആളുകൾ ഫാമിലെത്തുന്നു. മുൻകൂട്ടി ടിക്കറ്റുകൾ ഓൺലൈനായി എടുക്കാനുള്ള സൗകര്യവും നിലവിലുണ്ട്. ഇതുകൂടാതെ ഫാമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിവിധ തരം അനുബന്ധ പാലുൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രവും നല്ല ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും മികച്ച വരുമാനം ലഭിക്കുന്നവയാണ്. കൂടാതെ കുട്ടികൾക്കായി ഒരു പാർക്കും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിക്കപ്പെട്ട 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു വലിയ ഗോശാലയും ക്ഷീരോത്പാദന കേന്ദ്രവുമായ കൺട്രി ഡയറി ഫാം ഏതൊരു ക്ഷീരകർഷകനെയും സംരംഭകരെയും ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്.